നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. 22-ന് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലേക്ക് കുതിരവരവ് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അൻപതോളം ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പിനാൽ ശ്രദ്ധേയമാകുന്ന ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 7, 8 ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വേലയാഘോഷവും ഞായറാഴ്ച ആനപ്പൂരവും. താലപ്പൊലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരപ്രേമികളുടെ മനം നിറച്ച പന്തല്ലൂർ പാടത്ത് കരിമരുന്ന് വിസ്മയം പെയ്തിറങ്ങി. ഞായറാഴ്ച വൈകിട്ട് 7:30 പന്തല്ലൂർ കിഴക്കേ പാടശേഖരത്തിൽ നടന്ന വെടിക്കെട്ട് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയമായ ദൃശ്യവിരുന്ന്. വിശദമായ വാർത്തയിലേക്ക്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ട്രാക്ടറിനടിയിൽപ്പെട്ട് വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച രാവിലെ 11:30 കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. തണ്ണീർക്കോട് സ്വദേശിനി 65 വയസ്സുള്ള കളരിക്കൽ വീട്ടിൽ സാവിത്രിയാണ് മരിച്ചത്. റോഡരികിലെ വീട്ടിൽ നിന്നും റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ട്രാക്ടർ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ പിൻചക്രത്തിനടിയിൽപ്പെട്ട സാവിത്രി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാക്ടർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച ശേഷം സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചാണ് നിർത്താനായത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. 22-ന് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലേക്ക് കുതിരവരവ് ആരംഭിക്കും. വേലൂർ വെങ്ങിലശ്ശേരി, അമ്പലക്കുതിര, കാഞ്ഞിരാൽ, വേലൂർ, അമ്പലവട്ടം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ വിവിധ ദേശകുതിരകളും ഉത്സവ കുതിരകളും ക്ഷേത്രത്തിലെത്തും. കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്ര മണ്ഡപത്തിൽ നടന്ന ബ്രോഷർ പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 7, 8 ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താലപ്പൊലി മഹോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ശനിയാഴ്ച വേലയാഘോഷവും ഞായറാഴ്ച പൂരാഘോഷവുമാണ്. 3 വഴിപാട് വേലകൾ ഉൾപ്പെടെ 17 സംഘങ്ങളുടെ വേലകൾ ക്ഷേത്രത്തിലെത്തും. പാരമ്പര്യേതര വേലകൾ സമാപിച്ച ശേഷം വൈകിട്ട് 7:30-ന് ഉത്സവ് ചീരംകുളം കമ്മിറ്റിയുടെ ഉറവ് നാടൻപാട്ട് അവതരണം നടക്കും. ഞായറാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് 25 പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിക്കും. 50 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരും സംഘവും നയിക്കുന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. തുടർന്ന് പരമ്പരാഗത വേലവരവും ദീപാരാധന എന്നിവയ്ക്ക് ശേഷം മേലേക്കാവിൽ വേല നടക്കും. രാത്രി ഗാനമേള ഉണ്ടാകും. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് കോതമംഗലം മനക്കലിൽ നിന്നും പറ പുറപ്പെട്ട് പള്ളിത്താലത്തോടുകൂടി ക്ഷേത്രത്തിലെത്തും. 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പാഞ്ചാരിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും. ഈ വർഷത്തെ താലപ്പൊലിക്ക് ശേഷം ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അടുത്ത വർഷം ചടങ്ങുകൾ മാത്രമായി പൂരാഘോഷം പരിമിതപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് KB അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി K സഞ്ജയ് കുമാർ, ട്രഷറർ MC അപ്പു, AK സദാശിവൻ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് തെരുവുനായുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 4 പേർക്ക് പരിക്ക്. കരിക്കാട് ചോല വലിയവളപ്പിൽ ഷെഫീഖിന്റെ മകൾ നഫീസ നഫ്ലിൻ, ഉത്തമാവുങ്കൽ ഹഫ്സ, അരിക്കലാത്ത് മുഹമ്മദ്, കരിക്കാട് മാനംകണ്ടത്ത് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടിയെ ആക്രമിച്ചത്. തുടയിലാണ് കടിയേറ്റത്. മറ്റൊരു നായയുടെ ആക്രമണത്തിലാണ് കരിക്കാട് സെന്ററിലെ ഓട്ടോ ഡ്രൈവറായ അലിക്ക് പരിക്കേറ്റത്. സെന്ററിലെ ഓട്ടോ പാർക്കിൽ വെച്ചാണ് സംഭവം. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മണിക്കൂറുകൾക്ക് ശേഷം 3 പേരെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. കരിക്കാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വെള്ളർക്കാട് ആദൂരിൽ 19 വയസ്സുകാരിക്ക് കടന്നൽ കുത്തേറ്റു.
കുമ്മാത്ത് വീട്ടിൽ അനീഷിന്റെ മകൾ അൻസിലയ്ക്കാണ് കടന്നലുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അയൽവാസിയുടെ പറമ്പിൽ നിൽക്കുന്ന കൂറ്റൻ ആൽമരത്തിൽ സ്ഥിതി ചെയ്യുന്ന കടന്നൽ കൂട്ടമാണ് അൻസിലയെ കൂട്ടമായി ആക്രമിച്ചത്. പരിക്കേറ്റ അൻസില ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് വൈകുന്നേരമായാൽ ലൈറ്റ് ഓൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വെളിച്ചം കണ്ടാൽ കടന്നലുകൾ കൂട്ടത്തോടെ പുറത്തേക്കിറങ്ങുകയാണ്. അനീഷിന്റെ വീടിനും ജീവനും ഭീഷണിയായി നിൽക്കുന്ന കടന്നൽക്കൂട് സ്ഥിതി ചെയ്യുന്ന ആൽമരം മുറിച്ചുമാറ്റാൻ കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് അനീഷും കുടുംബവും പറഞ്ഞു. പൂരപ്രേമികളുടെ നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പന്തല്ലൂർ പൂരനഗരിയിൽ വീണ്ടും വെടിക്കെട്ട് വിസ്മയം വിരിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 7:30 പന്തല്ലൂർ കിഴക്കേ പാടശേഖരത്തിൽ നടന്ന വെടിക്കെട്ട് കാണികൾക്ക് അവിസ്മരണീയമായ ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്ന പ്രകടനമായിരുന്നു ഇന്നലെ നടന്നത്. മുൻ വർഷങ്ങളിൽ വിസ്മയങ്ങൾ തീർത്തിരുന്ന HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും വെടിക്കെട്ടൊരുങ്ങിയത്. ശനിയാഴ്ച രാവിലെ അവസാന നിമിഷം അനുമതി ലഭിച്ചതോടെ പൂരപ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു. പകൽപൂരത്തിന് ശേഷം നടന്ന വെടിക്കെട്ട് ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്നു. ദേശമംഗലം സുരേന്ദ്രന്റെ കാർമ്മികത്വത്തിൽ തീർത്ത വർണ്ണവിസ്മയം കാണികളുടെ മനം കവർന്നു. വർഷങ്ങൾക്കു ശേഷം വെടിക്കെട്ട് തിരിച്ചെത്തിയതോടെ അത് വീക്ഷിക്കാൻ വൻ ജനക്കൂട്ടമാണ് പാടശേഖരത്തിനു ചുറ്റും തടിച്ചുകൂടിയത്. മുമ്പ് HMCയും ശിവഭഗവതി കമ്മിറ്റിയും മത്സരിച്ച് വെടിക്കെട്ട് നടത്തിയിരുന്ന പന്തല്ലൂരിൽ ഇത്തവണ HMC മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പൂരത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കാൻ സംഘാടകർക്ക് സാധിച്ചു. പുത്തൻകടപ്പുറം ചീനിച്ചൂട് മേഖലയിലെ ക്ലബ്ബുകൾ തമ്മിലുള്ള സംഘർഷം 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻകടപ്പുറം അറയച്ചൻ വീട്ടിൽ അനീത്, കിഴക്കകത്ത് നിഹാൽ, ചാലിൽ അബ്ദുൾ വഹാബ്, കളിടക്കായിൽ മുഹമ്മദ് ഹിലാൽ, ആലുങ്ങൽ വീട്ടിൽ അബൂബക്കർ എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കേരളോത്സവത്തിൽ കിരീടം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തുടരുന്ന വൈരാഗ്യമാണ് സംഘടനത്തിൽ കലാശിച്ചത്. ചീനിച്ചോട് സ്വദേശികളായ സവാദ്, ഷഫീർ എന്നിവരെയാണ് ഇരുമ്പുവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റവർ ക്രസന്റ് ക്ലബ്ബിൽപ്പെട്ടവരും പ്രതികൾ ലിയൺസ് ക്ലബ്ബിൽപ്പെട്ടവരുമാണ്. കോടതിയുടെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് പെരിങ്ങാട് പുഴ കണ്ടൽ റിസർവ് വനമാക്കുന്നതിന്റെ പിൻവലിക്കൽ നടപടി ആരംഭിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. മുരളി പെരുന്നെല്ലി MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായാണ് വനം മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി 15/2/2021 സർക്കാർ കേരള വനനിയമം 1961 സെക്ഷൻ 4 പ്രകാരം പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ പ്രദേശം ഭൂരിഭാഗവും സ്വാഭാവികമായി ഒഴുകുന്ന പുഴയായതിനാൽ പൂർണ്ണമായും ജനവാസ മേഖലകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് പ്രദേശവാസികളുടെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതായും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിലൂടെ വെള്ളപ്പൊക്കവും ഉപ്പുവെള്ളം കയറലും രൂക്ഷമാകുന്നതായും ജനപ്രതിനിധികളുടെ ശക്തമായ ഇടപെടലുകളും പൊതുജന എതിർപ്പും ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 22/3/2025 വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമിക റിസർവ് വിജ്ഞാപനം കൊണ്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പുഴയെയും പരിസ്ഥിതിയെയും ഫലപ്രദമായി സംരക്ഷിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ലെന്നും വിലയിരുത്തി. പൂർണ്ണമായും സ്വാഭാവിക പുഴയായി നിലനിൽക്കുന്ന പ്രദേശം വനമേഖലയല്ലാത്തതാണ്. വീട്ടിയാല പ്രകാരം പുഴയായ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പെരിങ്ങാട് പുഴ മഴക്കാലത്ത് അധിക ജലം കടലിലേക്ക് ഒഴുക്കുന്നതിനും അതുപോലെ നീരൊഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ചെളിയും മണ്ണും അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അതുമൂലം പ്രദേശത്തെ കൃഷിയിടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന. അതിനാൽ വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ നടപടികൾ ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും സെറ്റിൽമെന്റ് ഓഫീസർ കൂടിയായ തൃശൂർ RDO റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തു. RDOയുടെ റിപ്പോർട്ട് പ്രകാരം റവന്യൂ രേഖകളിൽ
പ്രസ്തുത ഭൂമി പുഴ എന്ന നിലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫീൽഡ് പരിശോധനയിൽ നോട്ടിഫൈ ചെയ്ത ഭൂമിയുടെ ഭൂരിഭാഗവും ഒഴുകുന്ന പുഴയാണെന്നും ഏകദേശം 5 ഹെക്ടർ പ്രദേശത്തോളം മാത്രമാണ് കണ്ടൽക്കാടുകൾ ഉള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. റദ്ദാക്കാനാവശ്യമായ നടപടിയിലേക്ക് വേണ്ടി സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി അദ്ദേഹം വളരെ വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് തുടർന്ന് 21/8/25, 23/10/25, 2/12/25, 31/12/25 പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയ കത്തിന് ഒന്നിനും വനം വകുപ്പിന്റെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി ഇത് റദ്ദ് ചെയ്ത് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. പ്രാഥമിക വിജ്ഞാപനം മൂലം പുഴയിലെ എക്കൽ നീക്കം ചെയ്യുന്നതിനും പ്രളയ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തടസ്സം നേരിടുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ പ്രസ്തുത പ്രദേശത്ത് 5.802 ഹെക്ടർ ഭൂമി കയ്യേറ്റം നടന്നതായും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് മണൽ നീക്കാൻ ജില്ലാ കളക്ടർ 29/5/2025 ഉത്തരവിടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 1980 വനസംരക്ഷണ നിയമത്തിൽ 2023 വന്ന ഭേദഗതിയും സുപ്രീംകോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ സാഹചര്യം പരിഗണിച്ച് ഹൈക്കോടതിയുടെ അനുമതി ലഭ്യമാക്കുന്നതിനായി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയും ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും 1980 വന സംരക്ഷണ നിയമത്തിൽ 23 വന്ന ഭേദഗതി സുപ്രീം കോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടന സമർപ്പിച്ച ഹൈക്കോടതിയിലെ പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയും തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയും ലഭ്യമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗമായി പുഴയിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കം ചെയ്യാനുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുകയും പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ബഹുമാനപ്പെട്ട MLAയുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ച് സ്വീകരിക്കുന്നതാണ്. രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് അർഹനായ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ വിവിധ സംഘടനകൾ ആദരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന ACPക്ക് ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിനു വേണ്ടി പ്രസിഡന്റ് ജോഫി കുര്യൻ ഉപഹാരം സമ്മാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റിനു വേണ്ടി CD ജോൺസൺ, ഗുരുവായൂർ സാംസ്കാരിക സമിതിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ മുണ്ടറക്കോട് ചന്ദ്രൻ എന്നിവർ പൊന്നാട ചാർത്തി. ചാവക്കാട് കൾച്ചറൽ സെന്ററിനു വേണ്ടി NK ലോറൻസ് സ്മരണിക കൈമാറി. PA അരവിന്ദൻ, PV സന്തോഷ് എന്നിവർ സംസാരിച്ചു. കറുകപ്പുത്തൂരിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ കെട്ടിടം ഉടമ ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. സംഭവത്തിൽ 4 പേർ പോലീസ് പിടിയിൽ. പള്ളിപ്പാടം റോഡിലുള്ള സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് ഗുണ്ടകളുടെ അതിക്രമമുണ്ടായത്. ക്വാർട്ടേഴ്സിൽ സംഘം ചേർന്ന് ശല്യമുണ്ടാക്കുന്ന കാര്യം അന്വേഷിക്കാനെത്തിയ കെട്ടിടമുടമ PV ഉസ്മാൻ, സുഹൃത്തായ PV ജിൻഷാദ് എന്നിവരെയാണ് അക്രമികൾ കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒളിവിൽ പോയ 1ഉം 2ഉം പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ ജില്ലയിലുള്ളവരാണ് പ്രതികളെന്നാണ് സൂചന. ഇവരെന്ന് പറഞ്ഞാൽ തനി ഗുണ്ടാ സംഘാണെന്നാണ് പിന്നീട് നമുക്ക് അറിയുന്നത്. നമ്മൾ റൂം കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീക്കാണ്, ഒരു നേഴ്സാണ്, അവർക്കാണ് നമ്മൾ ഈ റൂം കൊടുത്തത്. പുള്ളിയുടെ ആ സ്ത്രീയുടെ മകൻ്റെ കൂട്ടുകാരാണ് ഇവരെന്നാണ് പറഞ്ഞത്. ഇവരിവിടെ ഒരു 10-15 പേര് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ആ പെൺകുട്ടിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ആയിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മുകളിൽ നടന്നിരുന്നത്. അപ്പോൾ ബഹളമൊക്കെ ആയോകുമ്പോൾ 2 ദിവസമായിട്ട് രാത്രിയും ഒക്കെ ആയിട്ട് ബഹളം കേട്ടപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായപ്പോൾ അവരത് ഓണറിനെ വിളിച്ചിട്ട് അറിയിച്ചതാണ്. അപ്പം അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആള് വന്നതാണ്. ആള് വന്നിട്ട് അവരോട് ചോദിച്ചു. അവര് ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചു. അത് അവർക്ക് പറ്റിയില്ല. ആ സമയത്താണ് ആളിനെ അവിടുന്ന് അടിച്ചിട്ട് താഴത്തേക്ക് കൊടുന്നെന്നാണ് പറഞ്ഞത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ കുന്നംകുളം നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷേമത്തുക കുടിശ്ശിക അനുവദിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പ്രതിഷേധ യോഗം ചേർന്നത്. CITU ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MK സുനിൽ, PA അനിൽ, CR വർഗീസ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു സ്കൂൾ അധ്യാപകർക്ക് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ RM ബക്കർ, KV ജിതേഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോഹന്യ ഞായർ ആചരിച്ചു. വലിയ നോമ്പാരംഭത്തിനു മുന്നുള്ള 2ാം ഞായറാഴ്ചയാണ് ഇഹലോകവാസം ചെയ്ത പുരോഹിതരെ സ്മരിച്ചുകൊണ്ട് കോഹന്യ ഞായർ വിശ്വാസികൾ ആചരിക്കുന്നത്. ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാലം ചെയ്ത വൈദികരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പ്രത്യേക ധൂപ പ്രാർത്ഥന നടത്തി. ഫെബ്രുവരി 8-ന് പള്ളിയിൽ മരിച്ചുപോയ സഭാവിശ്വാസികളുടെയും ഓർമ്മദിനമായ അനീത ഞായറിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കോഹന്യ ഞായറിന്റെ ഭാഗമായി സ്നേഹവിരുന്നുമുണ്ടായി. പള്ളി ട്രസ്റ്റി CU ശൽമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചരിത്ര സ്മരണകൾ ഇരമ്പുന്ന കുന്നംകുളം YMCAയിൽ അന്താരാഷ്ട്ര സന്ദർശകർ. ആഗോള വൈസ്മാൻ ക്ലബിന്റെ നിയുക്ത അധ്യക്ഷൻ റവറൻഡ് ഡോക്ടർ ജോഹൻ വിൽഹെം ആണ് YMCAയിൽ സന്ദർശനം നടത്തിയത്. വൈസ്മാൻ ക്ലബ് ഇന്റർനാഷണൽ നിയുക്ത ആഗോള അധ്യക്ഷൻ റവറൻഡ് ഡോക്ടർ ജോഹൻ വിൽഹം തിങ്കളാഴ്ച രാവിലെയാണ് പൈതൃക സ്മരണകളേറെയുള്ള കുന്നംകുളം YMCAയിൽ എത്തിയത്. ലോക YMCA സഖ്യത്തിന്റെ മുൻ ആഗോള പൊതു സെക്രട്ടറിയായിരുന്ന അദ്ദേഹം നോർവേ സ്വദേശിയാണ്. വൈസ്മാൻ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഡോക്ടർ വിൽഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായാണ് കച്ചവട നഗരിയിൽ എത്തിയത്. ഇന്ത്യയിലെ 5ാമത്തെ YMCAയായി 1888-ൽ സ്ഥാപിതമായ കുന്നംകുളം ശാഖയുടെ ചരിത്രപരമായ പ്രാധാന്യം അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. YMCA കെട്ടിടവും പരിസരവും സന്ദർശിച്ച അദ്ദേഹത്തിന് നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരവാഹികൾ വിശദീകരിച്ചു നൽകി. വൈസ്മാൻ ക്ലബ് ഇന്റർനാഷണൽ ആഗോള പൊതു സെക്രട്ടറി ജോസ് വർഗീസ് സന്ദർശനത്തിന് നേതൃത്വം നൽകി. വൈസ്മാൻ ഇന്ത്യയുടെ ഭാരവാഹികൾ അദ്ദേഹത്തെ അനുഗമിച്ചു. YMCA കുന്നംകുളം അധ്യക്ഷൻ CU ബെന്യാമിൻ, സെക്രട്ടറി TC സജു, രഞ്ജൻ P മാത്യു, അനിൽ K സാമുവൽ, ജോജു പാപ്പു എന്നിവർ ചേർന്നാണ് പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചത്. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ കാരുണ്യഹസ്തത്തിൽ ഭിന്നശേഷിക്കാരായ 4 പേർക്ക് ജീവിത പങ്കാളിയായി. ഇതോടെ 15 വർഷത്തിനുള്ളിൽ 464 പേരെയാണ് കരുണ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. വൈവാഹിക സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺമാരായ സുനിത അരവിന്ദൻ, AH അക്ബർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, വാർഡ് കൗൺസിലർ P രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിൽ തിരമാലകളെ മറികടന്ന് പൂമ്പാറ്റ വീൽചെയർ ഒരുക്കിയ ചെണ്ടമേളം ആവേശമായി. കോഴിക്കോട് ശനിയാഴ്ച നടന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിന്റെ വേദിയിൽ പൂമ്പാറ്റ വീൽചെയർ ശിങ്കാരിമേള സംഘത്തിന്റെ പ്രകടനം ശ്രദ്ധ നേടി. കലാകാരന്മാർ വീൽചെയറിലിരുന്ന് കൈകളിൽ ചെണ്ടമേളത്തിന്റെ ഊർജം പകരുമ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ വിസ്മയത്തോടെ നോക്കി നിന്നു. ഓരോ താളത്തിലും ആത്മവിശ്വാസം, ഓരോ മുഴക്കത്തിലും ജീവിതത്തെ ജയിച്ചുള്ള പുഞ്ചിരിയും ബീച്ചിനെ ആഘോഷവേദിയാക്കി മാറ്റി. വീൽചെയറിലിരുന്ന കലാകാരന്മാർ ചെണ്ടമേളം മുഴക്കുമ്പോൾ ബീച്ചിൽ നിറഞ്ഞത് ആവേശവും അഭിമാനവുമായി. തിരമാലകളുടെ താളത്തിനൊപ്പം മുഴങ്ങിയ അവരുടെ വാദ്യം കലയ്ക്ക് അതിരുകളില്ലെന്ന സന്ദേശം പകർന്നു. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിന് കലാഭംഗി പകർന്ന പൂമ്പാറ്റ സംഘം ഒരുക്കിയ ഫാഷൻ ഷോയും ശിങ്കാരിമേളം കാണികൾക്ക് ആത്മവിശ്വാസത്തിന്റെ ആഘോഷമായി മാറി. ബീച്ചിൽ മണൽപ്പരപ്പിലൂടെ കടലിനെ തേടിയെത്തിയപ്പോൾ മുന്നിൽ താളമിട്ട് വഴികാട്ടിയായത് ഈ പൂമ്പാറ്റ സംഘമായിരുന്നു. പൂമ്പാറ്റ ടീമിന്റെ മേളത്തിന്റെ താളങ്ങൾ ബീച്ചിന്റെ മണൽപ്പരപ്പിലും കാണികളുടെ മനസ്സിലും ഏറെ നേരം മുഴങ്ങി നിന്നു. പൂമ്പാറ്റ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അപർണ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
പഴഞ്ഞി പുല്ലാണിച്ചാൽ കോൾപ്പടവ് സംഘത്തിന്റെ വാർഷികവും ജനപ്രതിനിധികളെ അനുമോദിക്കുന്ന സമ്മേളനവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജൻ, തമ്പി ജോബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സദാനന്ദൻ മാസ്റ്റർ, CT ഷാജു, സ്വപ്ന പ്രിൻസ്, പടവ് സെക്രട്ടറി MD ശശി എന്നിവർ സംസാരിച്ചു. CPIM പുന്നൂർക്കുളം വെസ്റ്റ് കമ്മിറ്റി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആംബുലൻസ് സേവനം സജീവമാക്കുന്നു. NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പനന്തറ ഓഫീസ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ AD ധനീബ് അധ്യക്ഷനായി. CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V താജുദ്ദീൻ, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ V അപ്പുമാസ്റ്റർ, PK നൌഷാദ്, പുതിയടത്ത് സായൂജ്, പഞ്ചായത്ത് മെമ്പർമാരായ MB സുജീഷ്, EP സുഭാഷ്, MV സിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർ പുതിയടത്ത് സോമൻ അദ്ദേഹത്തിന്റെ പിതാവ് കുമാരന്റെ സ്മരണാർത്ഥമാണ് ആംബുലൻസ് വാങ്ങുവാനുള്ള സഹായം നൽകിയത്. ചടങ്ങിന് ആലത്തയിൽ മൂസ സ്വാഗതവും MK ബക്കർ നന്ദിയും പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മണലൂർ മണ്ഡലത്തിൽ സ്ഥാപിക്കണമെന്ന് കേരള സർക്കാരിനോട് പ്രമേയം മൂലം SFI ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിറ്റാറ്റുകര ഫാസിൽ നഗറിൽ ചേർന്ന സമ്മേളനം SFI ജില്ലാ കമ്മിറ്റി അംഗം U ദിബിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് AR അനഘ അധ്യക്ഷയായി. PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, RA അബ്ദുൽ ഹക്കീം, അതുൽ കൃഷ്ണ, ദേവി ചന്ദന, PG സൂരജ്, ഋതുകൃഷ്ണ എന്നിവർ സംസാരിച്ചു. സമ്മേളനം പുതിയ ഭാരവാഹികളായി AR അനഘ പ്രസിഡന്റ്, PG സൂരജ് സെക്രട്ടറി എന്നിവർ ഭാരവാഹികളായി 13 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിന്റെ 136ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 9:30 പതാക ഉയർത്തലോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് 10 മണിക്ക് വിളംബര റാലിയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആൽത്തറ സെന്ററിൽ ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു. 10:30 കരാട്ടെ റീൽസ് എന്ന പ്രത്യേക പരിപാടിയും ഉണ്ടായി. 11 മണിക്ക് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുന്നൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ M രാജീവ് അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് 4 മണിക്ക് കിൻഡർ ഗാർട്ടൻ കുട്ടികളുടെ കലാവിരുന്ന് അരങ്ങേറി. വാർഡ് മെമ്പർ സീന സുരേഷ് ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനവും വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയും പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NG വിനികുമാർ അധ്യക്ഷനായി. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർക്കുളം സ്കൂൾ മാഗസിന്റെ കവർ ചിത്രം ഹക്കീം വെളിയത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ടെലിവിഷൻ അവതാരകനും സംവിധായകനുമായ ഹരി P നായർ മുഖ്യ അതിഥിയായി. 2024-25 അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്കും കലാകായിക മേളകളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ വർണ്ണമനോഹരമായ കലാസന്ധ്യയോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായത്. ഗുരുവായൂർ നഗരസഭ പൂക്കോട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ഗുരുവായൂർ നഗരസഭ തൊഴിയൂർ 1-ാം വാർഡ് സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുറുവായിപ്പറമ്പ് മമ്പറമ്പത്ത് രാജന്റെ വസതി പരിസരത്ത് നടത്തിയ ക്യാമ്പ് വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. 46-ാം വാർഡ് കൗൺസിലർ നിസിത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV അശ്വതി വിഷയാവതരണം നടത്തി. പേരകം ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സോമൻ, വാർഡ് മെമ്പർ KC ബാലൻ, വാർഡ് കൗൺസിലർ ഷബാന ഷമീർ എന്നിവർ സംസാരിച്ചു. ജനറൽ ഹോമിയോപ്പതി ക്യാമ്പും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധനയും ഉണ്ടായിരുന്നു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷനും ഫിസിയോതെറാപ്പി എക്യുപ്മെന്റിന്റെ ഉദ്ഘാടനവും നടന്നു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ കീഴിൽ മഴുവഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ആക്ട് സേവനാലയത്തിൽ സൗജന്യമായി പ്രവർത്തിച്ചുവരുന്ന ഫിസിയോതെറാപ്പി സെന്ററിലെ പുതിയ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റിന്റെ ഉദ്ഘാടനവും ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷനുമാണ് നടത്തിയത്. ഖത്തർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേച്ചേരിക്കാരായ പ്രവാസികളുടെ സംഘടനയായ നന്മ കേച്ചേരി നൽകിയ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റിന്റെ ഉദ്ഘാടനം മഴുവഞ്ചേരി ആക്ട് സേവനാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് BA കൊച്ചുലാസർ അധ്യക്ഷനായി. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം KL പോൾസൺ, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി കോതേടത്ത് അപ്പുനായർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ആക്ട്സ് ജില്ലാ സെക്രട്ടറി AF ജോണി, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിനി പ്രസാദിനെയും പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് അംഗം KL പോൾസനെയും അനുമോദിച്ചു.
ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി എം മുഹസിൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഖത്തർ നന്മ ഭാരവാഹികളായ MC മുഹമ്മദ്, അഹമ്മദ് മണ്ണാറയിൽ, സമീർ മണലി, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് ട്രഷറർ MK മുഹമ്മദ് ബഷീർ, കൺവീനർ AJ ജോൺ, മാനേജർ MK ചന്ദ്രൻ, ഫിസിയോതെറാപ്പിസ്റ്റ് നിവ്യ എന്നിവർ സംസാരിച്ചു. ഗർഭിണിയായ ആടിനെ കയ്യും കാലും കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമം. അതിഥി തൊഴിലാളി നാട്ടുകാരെ വെട്ടിച്ചു കടന്നു കളഞ്ഞു. ഉപ്പുങ്ങൽ തുരുത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ആടിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസിയായ സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആടിനെ ഉപേക്ഷിച്ച് ഇയാൾ സ്ഥലം വിട്ടത്. ഉപ്പുങ്ങൽ എള്ളൂർ മഠത്തിൽ ഷംസുദ്ദീന്റെ ആടിനെ വീടിനോട് ചേർന്നുള്ള പാടത്തിന്റെ ഭാഗത്ത് മേയാനായി കെട്ടിയിരുന്നു. പാടത്ത് നെല്ലിന് മരുന്ന് തെളിക്കാനെത്തിയ 40 വയസ്സുള്ള തൊഴിലാളി ആടിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ആടിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് അയൽവാസിയായ ഫാത്തിമ ഓടിയെത്തിയത്. നാട്ടുകാർ സംഘടിച്ചതോടെ ഇയാൾ രക്ഷപ്പെട്ടു. നായക്കളെ നോക്ക് എന്നറിഞ്ഞു തന്നെ. അപ്പൊ നായക്കളാന്ന് പറഞ്ഞപ്പോ നായക്കളല്ലത്. അപ്പൊ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ വന്നോട് ഒരു ബംഗാളി അത് ആടിന്റെ പേര് കൗതു കൊടുത്തിട്ട് എന്തൊക്കെ കാട്ടുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഓടി. അപ്പോൾക്ക് ഇതിനെ വിളിപ്പിച്ച് അവൻ അങ്ങോട്ട് വരുമ്പോൾക്ക് ബംഗാളി ഓടലില്ല. ഞാൻ ചെന്നിട്ട് അവൻ അത്ര ഇതിൽ ഓടിയില്ല. തിരിച്ചിട്ടപ്പണ്ട് വന്നിട്ടുള്ളൂ. ഉള്ളിലായിരുന്നു ഞങ്ങൾ വിറക് ഒതുക്കായിരുന്നു. ഇന്നാണ് ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ക്യാപ്പിംഗ് സെറമണി നടന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ വിൻസെന്റ് ചിറക്ക മണവാളൻ VC റെഡ് ക്രോസ് ദിന സന്ദേശം നൽകി. JRC കൗൺസിലർ ഫിലോമിന ചാർലി സ്വാഗതവും അസിസ്റ്റന്റ് കൗൺസിലർ ശ്രീജ പുതുമനക്കൽ നന്ദിയും പറഞ്ഞു. കോർഡിനേറ്റർ ജോജു PV ക്യാപ്പിംഗ് സെറമണിക്ക് നേതൃത്വം നൽകി. 60 കുട്ടികൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ടാണശ്ശേരി കുറീസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. മറ്റം കരിസ്മ പാലസിൽ നടന്ന ജൂബിലി ആഘോഷ സമാപന ചടങ്ങ് ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുറീസ് ചെയർമാൻ PV തോമസ് അധ്യക്ഷനായി. കമ്പനി ഡയറക്ടർ PT ജെയിംസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഓൾ കേരള ചിട്ടി ഫോർമാൻസ് അസോസിയേഷൻ ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് VK നാരായണൻ മാസ്റ്റർ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കുറി കമ്പനി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി നിധി ഡയറക്ടർ VA കൊച്ചുലാസർ സാമൂഹ്യ സംഘടനകൾക്കുള്ള ധനസഹായം വിതരണവും, കണ്ടാണശ്ശേരി ചിറ്റ്സ് ചെയർമാൻ C ബാബു ജോസ് ഡയാലിസിസ് ഫണ്ട് വിതരണവും, കരിസ്മ പാലസ് ചെയർമാൻ PR സുരേഷ് വിദ്യാഭ്യാസ സഹായ വിതരണവും നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, കേരള ഗ്രാമീൺ ബാങ്ക് മറ്റം ശാഖാ മാനേജർ KV ഗിരീഷ്, കമ്പനി ഡയറക്ടർമാരായ PK ഭരതൻ, MV തോമസ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 5-ന് ഗണപതി ഹോമം, ഉഷപൂജ, കാവടി പൂജ, അഭിഷേകങ്ങൾ, ഉച്ചപൂജ എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 4-ന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ട്, നാഗസ്വരം, പഞ്ചാരിമേളം എന്നിവയോടെ കാവടി എഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് 7-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും രാത്രിയിൽ ക്ഷേത്രാങ്കണത്തിൽ നൃത്യങ്ങളും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം കല്ലഴിക്കുന്ന് പാറപ്പുറം കൊള്ളംപറമ്പിൽ വീട്ടിൽ അമ്മിണി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം വാതക ശ്മശാനത്തിൽ നടത്തി. പരേതനായ മുല്ലൻ ഭർത്താവാണ്. സുബ്രഹ്മണ്യൻ, ജയൻ, മുരളി, ഓമന, ഹരിദാസൻ, സജീവ്, സതീഷ്, സന്തോഷ് എന്നിവർ മക്കളാണ്. പുന്നയൂർ എടക്കര മിനി സെന്റർ പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫിന്റെ ഭർതൃപിതാവ് പരേതനായ മുഹമ്മദിന്റെ മകൻ മത്രങ്കോട് അബൂബക്കർ എന്ന ബക്കർ നിര്യാതനായി.
69 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് എടക്കര ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ നടക്കും. ലത്തീഫ്, മോസിന എന്നിവർ മക്കളാണ്. പാത്തുമ്മു ഭാര്യയും ഷാഫി മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. 22-ന് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലേക്ക് കുതിരവരവ് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അൻപതോളം ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പിനാൽ ശ്രദ്ധേയമാകുന്ന ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 7, 8 ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വേലയാഘോഷവും ഞായറാഴ്ച ആനപ്പൂരവും. താലപ്പൊലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരപ്രേമികളുടെ മനംനിറച്ച് പന്തല്ലൂർ പാടത്ത് കരിമരുന്ന് വിസ്മയം പെയ്തിറങ്ങി. ഞായറാഴ്ച വൈകിട്ട് 7:30 പന്തല്ലൂർ കിഴക്കേ പാടശേഖരത്തിൽ നടന്ന വെടിക്കെട്ട് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയമായ ദൃശ്യവിരുന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പോർക്കുളം വട്ടേക്കോട്ടയിൽ വീട്ടിൽ അച്യുതന്റെ 6ാം ചരമവാർഷികം ആചരിക്കുന്നു. പരീതന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.